ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ. അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ആ ഒരു ഡേ വണ്ടെ റിവ്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഡേ വൺഡേയും ഇന്നലത്തെ ഡേ ടുവിൻ്റെയും കൂടെ ഒരുമിച്ചൊരു റിവ്യൂ ആണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ വേഗത്തിലാണ് ഈ മത്സരം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ലോർഡ്സിൽ ഇന്നലെ തന്നെ 14 വിക്കറ്റുകളാണ് വീണത്. ഇപ്പോൾ നമ്മൾ ലോർഡ്സിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് അവിടെ ബാറ്റ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്നത് ഡേ 2 ആൻഡ് ഡേ 3 ആണ്. അതിൽ ഡേ 2 ഏറ്റവും ബെസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ദിവസത്തിലാണ് 14 വിക്കറ്റുകൾ വീണത്. അത് ഇനിയും ഈ മത്സരത്തിൽ വെറും 12 വിക്കറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഫൈനൽ മത്സരത്തിന്റെ ഡേ 3 ഇന്ന് ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിലും തെറ്റില്ല എന്ന് തന്നെ വേണം പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു ഓവറോൾ മത്സരത്തിന്റെ കാര്യങ്ങൾ. ഇനി ആർക്കാണ് നിലവിൽ മുൻതൂക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എന്ന് തന്നെ ഞാൻ പറയും. അതിലുള്ള കാരണങ്ങളിലേക്ക് ഞാൻ വരാം. ഇപ്പൊ നമ്മൾ ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. അതായത് ഓവർ ഹെഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ ബോളേഴ്സിന് കിട്ടുന്ന ആ ഒരു ഹെൽപ്പ് മാക്സിമം മുതലെടുക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു അത്. ആ ഒരു തീരുമാനത്തോട് വളരെ മികച്ച രീതിയിലാണ് സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സ് റെസ്പോണ്ട് ചെയ്തത്. പ്രത്യേകിച്ച് റബാഡ, ഖവാജ 20 പന്തിൽ 0 പുറത്താകുന്നു. പിന്നീട് വന്ന കാമറൂൺ ഗ്രീനെയും വെറും 4 റൺസിന് റബാദ മടക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഒരു മികച്ച തുടക്കം തന്നെയാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടിയത്. പിന്നീട് ഇവരുടെ ഇന്നിങ്സ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നമുക്കറിയാം. സ്റ്റീവ് സ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു എറയിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്ററാണ്. എന്തുകൊണ്ടാണ് സ്മിത്തിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി സ്മിത്ത് തെളിയിച്ചു. അത് മാത്രമല്ല, ലോർഡ്സിൽ ഒരു വിസിറ്റിംഗ് താരത്തിന്റെ ഏറ്റവും കൂടുതൽ റൺസ് ഇപ്പോൾ സ്മിത്തിന്റെ പേരിലാണ്. സ്മിത്ത് വളരെ മികച്ചൊരു ഹാഫ് സെഞ്ചുറി ആയിരുന്നു. പിന്നെ മാർക്രത്തിന്റെ പന്തിലാണ് സ്മിത്ത് പുറത്താവുന്നത്. അപ്പോൾ പിന്നീട് വന്ന ഹെഡിനായാലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ വെബ്സ്റ്ററുമായുള്ള പാർട്ണർഷിപ്പാണ് ഇവരുടെ ഇന്നിങ്സ് സ്റ്റെബിലൈസ് ചെയ്തത്. ഇപ്പം സ്മിത്തും വെബ്സ്റ്ററും ചേർന്നിട്ടാണ് ആ ഒരു അവരുടെ ഒരു ഓസ്ട്രേലിയൻ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിൽ വെബ്സ്റ്ററിന്റെ തന്നെ ഓൾറെഡി അവർക്ക് വിക്കറ്റ് കിട്ടുമായിരുന്നു. അത് ഒരു LBW ഇത് അവർ റിവ്യൂ ചെയ്തിരുന്നെങ്കിൽ വളരെ തുടക്കത്തിൽ തന്നെ ഒരു സിംഗിൾ ഡിജിറ്റ് സ്കോറിന് വെബ്സ്റ്റർ പുറത്താവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അവസരം മുതലെടുക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞില്ല. പിന്നീട് വെബ്സ്റ്റർ 72 റൺസ് എടുത്തു, നമ്മുടെ സ്മിത്ത് എടുത്ത് 66 ആണ്. പിന്നീട് അലക്സ് കേരി 23 റൺസ്. അങ്ങനെ വന്നപ്പോഴേക്കും ആ ഒരു ഫസ്റ്റ് ഇന്നിങ്സിൽ 212 റൺസാണ് സ്കോർ ചെയ്തത്. അപ്പോൾ വളരെ നല്ലൊരു അവസരമായിരുന്നു. അതായത് ഒരു 300-അടുത്തൊരു റൺസ് സൗത്ത് ആഫ്രിക്കയ്ക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ചാമ്പ്യൻഷിപ്പ് തന്നെ ജയിക്കാമായിരുന്നു. എന്നാൽ ഓസീസ് ബോളേഴ്സിന് മറ്റ് പ്ലാൻസ് ആയിരുന്നു. ഇപ്പം ഇവരെ അനങ്ങാൻ അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ. ഇവിടെ എനിക്ക് സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 1 അവരുടെ ഒരു അൾട്രാ ഡിഫൻസീവ് അപ്രോച്ച് ആയിരുന്നു. ഇതുപോലെ ബോളിങ്ങിനെ അതിരറ്റ് പിന്തുണയ്ക്കുന്ന പിച്ചുകളിൽ നമ്മൾ പറയാറുണ്ട്, 1 ball will definitely have your name written on it. അതായത് നിങ്ങളെ പുറത്താക്കാനായിട്ട് തന്നെ ഒരു പന്ത് വരും, നിങ്ങളുടെ പേര് എഴുതി വെച്ചുള്ള ഒരു പന്ത് വരും. അപ്പോൾ അത് വരുന്നവരെ അത്യാവശ്യം ഒരു ഇന്റന്റോട് കളിച്ചു കഴിഞ്ഞാൽ, അതായത് സ്കോറിങ്ങിനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതുവരെ എടുക്കുന്ന റൺസ് നിങ്ങൾക്ക് ലഭിക്കും. അതേസമയം ആ സമയം കൊട്ടി നിൽക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അവസാനം നിങ്ങൾ ഒരു പക്ഷേ ഒരു 50-60 ബോൾ നിന്നിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ റൺസ് എന്ന് പറയുന്നത് ഒരു 5-10 മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അൾട്രാ ഡിഫൻസീവ് അപ്രോച്ചിലേക്ക് സൗത്ത് ആഫ്രിക്ക ചുരുങ്ങി ആ ഒരു ഷെല്ലിലേക്ക് കയറുകയും ആ ഒരു അവസരം ഓസ്ട്രേലിയ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പം അവരുടെ ആദ്യത്തെ ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു ഫസ്റ്റ് ഇന്നിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. റിക്കിൾട്ടൺ 23 പന്തിൽ 16, വിയാൻ മുൾഡർ 44 പന്തിലാണ് 6 റൺസ് എടുത്തത്. കാരണം 44 പന്ത് നിന്നും ഒരു 50 സ്ട്രൈക്ക് റേറ്റിലെങ്കിലും കളിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരു 20 റൺസ് കിട്ടിയേനെ. ബൗമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ബൗമയും കുറേ പന്തുകൾ നേരിട്ടാണ് ആ ഒരു ഫസ്റ്റ് റൺസ് സ്കോർ ചെയ്തത്. അപ്പോൾ ലോർഡ്സിൽ ഒരു ചിയറാണ്. ബൗമ ആദ്യത്തെ റൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ലൗഡ് ചിയർ ആണ് ലോർഡ്സിൽ വന്നത്. അപ്പം ബൗമയും ഒരു അൾട്രാ ഡിഫൻസീവ് അപ്രോച്ച് ആയിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് നമ്മൾ കണ്ടു. അതായത് ബൗമ തന്നെയാണ് കൂടുതൽ ഒരു സ്കോറിംഗ് മൈൻഡ് സെറ്റ്, ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് എന്നല്ല, ഒരു സ്കോറിംഗ് മൈൻഡ് സെറ്റ്. അതായത് റൺസ് കണ്ടെത്തുക, ഇനിയിപ്പം ബൗണ്ടറി അല്ലെങ്കിൽ കൂടി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് റൺസ് കണ്ടെത്താനുള്ള ആ ഒരു ഇന്റന്റ് ബൗമ കാണിച്ചു. പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഇന്റന്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ എഡ്ജഡ് സ്വോർഡാണ്. അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്കിംഗ് ഷോട്ടിന് ശ്രമിക്കുമ്പോഴാണ് ലബുഷൈന്റെ മികച്ചൊരു ക്യാച്ചിൽ ബൗമ പുറത്താവുന്നത്. പിന്നീട് ബെഡിംഗ്ഹാം ആണ് അവരുടെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. ബെഡിംഗ്ഹാം 45 റൺസ് എടുത്തു. ബെഡിംഗ്ഹാം തന്നെയാണ് അവരുടെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത്. പിന്നീട് കൈൽ വെറൈൻ 13 റൺസ് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആർക്കും 2 അക്കം കടക്കാൻ കഴിഞ്ഞില്ല. ഇനി ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റ് കമ്മിൻസിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പെല്ലായിരുന്നു. ക്യാപ്റ്റൻ ആ ഒരു മൊമെന്റ് WTC ഫൈനൽ പോലെ ഒരു വലിയൊരു മൊമെന്റിൽ സ്റ്റെപ്പ് ചെയ്തു. 6 വിക്കറ്റുകളാണ് കമ്മിൻസ് എടുത്തത്. അതിൽ തന്നെ നമുക്ക് ആ ഒരു ബൗമയുടെ നന്നായിട്ട് അത്യാവശ്യം ഈ രണ്ടാമത്തെ ദിവസം നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ബൗമയുടെ വിക്കറ്റ് വീഴ്ത്തിയതൊക്കെ കമ്മിൻസ് ആണ്. ആ ഒരു ക്യാപ്റ്റൻസ് ആ ഒരു ബാറ്റിൽ വിജയിച്ചത് കമ്മിൻസ് ആണ്. പിന്നീട് 2 വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക് എടുത്തു. വളരെ മികച്ച തുടക്കം തന്നെയാണ് മിച്ചൽ സ്റ്റാർക്ക് നൽകിയത്. 1 വിക്കറ്റ് ഹേസൽവുഡ് എടുത്തു. ഇതിപ്പോൾ നമ്മൾ സൗത്ത് ആഫ്രിക്കയുടെ ബോളിങ്ങിന്റെ കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. സൗത്ത് ആഫ്രിക്കയുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ റബാഡ തന്നെയാണ് അവരുടെ ഒരു പിക്ക് ഓഫ് ദ ബോളേഴ്സ്. 5 വിക്കറ്റാണ് റബാഡ ഫസ്റ്റ് ഇന്നിങ്സിൽ എടുത്തത്. മാർക്കോ യാൻസൺ 3 വിക്കറ്റ്, മഹാരാജ്, മാർക്രം എന്നിവർ ഓരോ വിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഇന്നിങ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഞാനിപ്പോൾ വീഡിയോയുടെ തുടക്കം പറഞ്ഞു, ഓസ്ട്രേലിയക്കാണ് മുൻതൂക്കം എന്ന് പറഞ്ഞു.
സത്യത്തിൽ ഇവിടെയും ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് നേടുക വഴി ഓസീസിനെ തളയ്ക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുമ്പിൽ ഒരു വഴി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഇന്നിങ്സിലേക്ക് വന്നപ്പോഴും സൗത്ത് ആഫ്രിക്ക ഒരു ഘട്ടത്തിൽ മത്സരത്തിൽ മുന്നിലായിരുന്നു. അതായത് 73-7 എന്ന നിലയിലേക്ക് ഓസ്ട്രേലിയയെ ചുരുക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഇന്നിങ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ വാലറ്റത്തെ പെട്ടെന്ന് ചുരുട്ടിക്കെട്ടാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ അതിന് കഴിഞ്ഞില്ല. സെക്കൻഡ് ഇന്നിങ്സിലും ആ ഒരു ഫീറ്റ് ആവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ 73-7 എന്ന നിലയിൽ നിന്നും ഇന്നലെ കളി അവസാനിപ്പിക്കുമ്പോൾ 144-8 എന്ന ഒരു സ്കോറിലേക്ക് എത്താൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞു. അതായത് ആ 73-നെ നേരെ ഇരട്ടി. ആദ്യത്തെ 7 വിക്കറ്റുകൾ കൊണ്ട് അവർ എത്രയാണ് നേടിയത്, അടുത്ത ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏകദേശം അത്രയും തന്നെ സ്കോർ ചെയ്യാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞു. അതോടെ ആ ഒരു മുൻതൂക്കം വീണ്ടും സൗത്ത് ആഫ്രിക്കൻ സൈഡിൽ നിന്ന് ഓസ്ട്രേലിയയുടെ സൈഡിലേക്കായി. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതുപോലൊരു ഒരു ഫൈനൽ ആ ഒരു പോലൊരു മത്സരത്തിൽ മാച്ച് ചേഞ്ചിങ് ആവുക. അതുപോലെ തന്നെ ഇന്നലെ അവസാനത്തെ ഓവറിൽ മിച്ചൽ സ്റ്റാർക്കിന് ഒരു ക്യാച്ചും വിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം കോസ്റ്റ്ലി ആവുമെന്ന് കണ്ടു തന്നെ അറിയണം. നമുക്കറിയാം ഒരു ഓവർ ചിലപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് ഒരു അൾട്രാ അറ്റാക്കിംഗ് മോഡിൽ പോയി കഴിഞ്ഞാൽ ഒരു 15-20 റൺസ് വരും. പിന്നീട് വിക്കറ്റ് പോയാലും ഇതുപോലൊരു പിച്ചിൽ ആ 20 റൺസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആവാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് ഇന്നിങ്സിൽ നമ്മൾ ഓസീസിന്റെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ലബുഷീൻ 22 എടുത്തു, സ്റ്റീവ് സ്മിത്ത് 13 എടുത്തു, അലക്സ് കേറിയാണ് അവരുടെ ടോപ്പ് സ്കോറർ 43, മിച്ചൽ സ്റ്റാർക്ക് 16 റൺസുമായിട്ട് പുറത്താവാതെ നിൽക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം ഒറ്റയക്കത്തിനാണ് പുറത്തായത്. ഇവിടെ ബോളിംഗിൽ കഗിസോ റബാഡയും ലുങ്കി എൻഗിഡിയുമാണ് മികച്ചു നിന്നത്. 3 വീതം വിക്കറ്റ് റബാഡയും എൻഗിഡിയും എടുത്തു. പിന്നീട് മാർക്ക് ജാൻസൺ, വിയാൻ മുൾഡർ എന്നിവർ ഓരോ വിക്കറ്റ് എടുത്തു. അപ്പോൾ നിലവിൽ ഓസീസിന്റെ ലീഡ് എന്ന് പറയുന്നത് 218 റൺസാണ്. അപ്പോൾ ഈ മത്സരം ഇവർ ജയിക്കണമെങ്കിൽ, സൗത്ത് ആഫ്രിക്ക ജയിക്കണമെങ്കിൽ ഈ മത്സരത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ നേടണം. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സിൽ ഓസ്ട്രേലിയ 212, പിന്നെ 138, ഇപ്പം 144. ഇപ്പം ലീഡ് എന്ന് പറയുന്നത് 218 ആയ സ്ഥിതിക്ക് ഈ ഒരു മത്സരത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ എടുത്താൽ മാത്രമേ സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ സാധിക്കൂ. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോർഡ്സിൽ ഒരു 2005 ശേഷം ഒരേ ഒരു തവണയാണ് ഒരു 200+ സ്കോർ ഫോർത്ത് ഇന്നിങ്സിൽ ചേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഹിസ്റ്ററിയും ഓസീസിന് അനുകൂലമാണ്. അത് മാത്രമല്ല, വളരെ കുറച്ച് ഇൻസ്റ്റൻസസിൽ മാത്രമേ ഒരു മത്സരത്തിലെ ഏറ്റവും വലിയ സ്കോർ എന്ന് പറയുന്നത് 4ാമത്തെ ഇന്നിങ്സിൽ പിറന്നിട്ടുള്ളൂ. അപ്പം തീർച്ചയായിട്ടും 200-ന് താഴെ ആ ഒരു ലീഡിൽ ഓസ്ട്രേലിയയെ ഒതുക്കിക്കൊണ്ട് മത്സരം വിജയിക്കാനുള്ളൊരു സുവർണ അവസരമാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കയ്ക്ക് നഷ്ടപ്പെട്ടു പോയത്. അതിനർത്ഥം ഈ 250 താഴെ ഒതുക്കിയാൽ ഒരിക്കലും ചേസ് ചെയ്യാൻ പറ്റില്ലെന്നല്ല. പക്ഷേ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് സൗത്ത് ആഫ്രിക്ക വീണ്ടും എടുത്തെറിയപ്പെട്ടു. അതായത് 2 തവണ ഈ മത്സരത്തിൽ ആനുകൂല്യം ഉണ്ടായിട്ടും അത് കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഓസീസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രഷറിലൊന്നും വീണ്ടും പോകാതെ ഇപ്പം ആദ്യത്തെ ഇന്നിങ്സിൽ സ്മിത്തും വെബ്സ്റ്ററോടെ ചേർന്നവരെ കരകയറ്റി. പിന്നീട് ബോളിംഗിൽ കമ്മിൻസിന്റെ ഒരു എക്സ്ട്രാഓർഡിനറി പെർഫോമൻസ്. പിന്നീട് 3ാമത്തെ ഇന്നിങ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കുഴിയിൽ നിന്ന് അലക്സ് കേറി ഇവരെ കരകയറ്റിയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഓസീസിന് തന്നെയാണ് മുൻതൂക്കം എന്ന് പറഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് ചാൻസ് ഉള്ളതെന്നല്ല, ഒരു 70-30 അല്ലെങ്കിൽ 80-20 ചാൻസ് ഓസീസിന് തന്നെയാണ്. സൗത്ത് ആഫ്രിക്കയുടെ മുമ്പിലുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്തുള്ള 2 വിക്കറ്റുകൾ ഇട്ടിട്ട് ഒരു 218 എന്നുള്ളത് 230 മേളിൽ പോവാതെ 2 വിക്കറ്റ് ഇട്ടിട്ട് പിന്നീട് ഒന്ന് ചേസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ അൾട്രാ ഡിഫൻസീവ് ആവാതിരിക്കാനും അവർ ശ്രദ്ധിക്കണം. കാരണം നല്ല ആക്യുറസി ഉള്ള ബോളേഴ്സ് ആണ് ഇപ്പോൾ കമ്മിൻസ് ആയാലും ഹേസൽവുഡ് ആയാലും. അതുപോലെ തന്നെ സ്റ്റാർക്കിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ടഫ് ടാസ്ക് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് വിക്കറ്റ് ഇടുക, എന്നിട്ട് അത് ചേസ് ചെയ്യുക എന്നുള്ളതായിരിക്കും സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിലുള്ള ലക്ഷ്യം. ഓസീസിന്റെ കാര്യമാണെങ്കിൽ ഒരു ലീഡ് 250 വരെ എങ്ങനെയെങ്കിലും സ്ട്രെച്ച് ചെയ്തിട്ട് ആ ഇന്നിങ്സിലെ പോലെ തന്നെ സൗത്ത് ആഫ്രിക്കയെ പുറത്താക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആരായിരിക്കും ഈ മത്സരം വിജയിക്കുക? സൗത്ത് ആഫ്രിക്കയോ ഓസ്ട്രേലിയയോ? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.